ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഒരു ട്രിപ്പ് ടു മൺട്രോയലാണ്. ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഹോൾ ഫാമിലി പോകുന്നത്. ആൻഡ് അതുകൊണ്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ആൻഡ് ഇത് മൺട്രോയലൻഡിലേക്കാണ് സത്യം നമ്മൾ പോയത്. നമ്മൾ അവിടെ അല്ല പോകാൻ ഉദ്ദേശിച്ചത്, എന്നാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നുപോയി. ആൻഡ് ഈ ഒരു സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. ആൻഡ് ഇരിക്കുന്നത് കണ്ടോ, ആ ബ്ലാക്ക് കളറിൽ അത് ശംഖാണ്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ശംഖ്, ഷെല്ല്, പിന്നെ കക്ക, കരിമീൻ, ആ വെള്ള കളറിൽ കിടക്കുന്ന എല്ലാം ശംഖാണ് കേട്ടോ. ആൻഡ് അമ്മൂമ്മ ചൂടെടുത്തിട്ട് തലയിലെടുത്തത് വെച്ചേക്കുക. ആൻഡ് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ ഈ പൈപ്പ് കണ്ടോ, ഈ പൈപ്പിൽ കൂടെ അവിടെ ഈ ശംഖ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ആ ചേട്ടൻ പറഞ്ഞാൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്, കുറേ ഉണ്ട്, ഇഷ്ടം മാതിരി ഉണ്ട്. ആൻഡ് മീനുണ്ടല്ലോ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീൻ, അതായത് ഈ നീളമുള്ളത്, കരിമീൻ, ഇതെല്ലാം ഉണ്ട്. ആൻഡ് ഈ ബ്രിഡ്ജ് കണ്ടോ, ഇത് ക്രോസ് ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്, കാരണം നമുക്ക് കുനിഞ്ഞിരിക്കണ്ടല്ലോ. എന്നാണ്ട് ഇതാണ് ആ ഷെല്ല്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി മീൻ പോലെ തോന്നുമെങ്കിൽ അത് ഷെല്ലാണ്. ഞാൻ കയ്യിലെടുത്ത വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അതുകൊണ്ട് ആ മതിലെല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. നല്ല രസം അത് കാണാനായിട്ട്. ഞാൻ എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പോകുമായിരുന്നു. പടവീടൻസ് കൊണ്ട് രക്ഷപ്പെട്ടില്ല, എന്നാ ഇതുകൊണ്ടെങ്കിലും രക്ഷപ്പെട്ടെ. 10 ദിവസം പോവും, പിന്നെ വീണ്ടും നല്ല രസമുണ്ട് ഈ സ്ഥലം അല്ലേ. നല്ല രസമുണ്ട്. ഇല്ല സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന സ്ഥലം പോലെ ഉണ്ട്. മറ്റേ കുഞ്ചാക്കോ ബോബന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കുഞ്ചാക്കോ ബോബൻ അവളുടെ ആട് എന്തോ ആടാറ്, നവ്യാനായല്ല. ഈ സ്ഥലത്ത് കുറേ വള്ളിച്ചെടികളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് ഇതാണ്, കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ ഇഷ്ടമായുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അച്ഛൻ റീലെടുക്കണമായിരുന്നു. അങ്ങനെ അച്ഛൻ റീലെടുക്കുക. അച്ഛന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, പടവീഡൻസ് എന്നാണ് പേര്. ഫുഡ് വ്ളോഗാണ് മെയിൻലി. പിന്നെ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ റീൽസ് അച്ഛന് സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ ബ്രിഡ്ജ്, അത് ഇഷ്ടം മാതിരി ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഒത്തിരി റിസോർട്ട്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി റിസോർട്ട്സ്. ആ കാണിച്ചതെല്ലാം റിസോർട്ട്സാണ്. പിന്നെ എല്ലാവരും ഫുഡ് അടിയിലോട്ടൊക്കെ കടന്നു, കുറച്ച് ഫുഡൊക്കെ കഴിച്ച്, ലൈക്ക് ബിസ്ക്കറ്റ്സ് ആണ്. പിന്നെ നമ്മൾ ഇതെല്ലാം റിസോർട്ട്. ഇത് കണ്ടോ, ആ മതിലിൻ്റെ ആ ഒരു പോർഷൻ, അത് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അവർ ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തത് കേട്ടോ. ഒത്തിരി വള്ളിച്ചെടികളും കുറേ ഉണ്ട്. ആൻഡ് ഒത്തിരി ഉണ്ട്. ആൻഡ് മീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് ഇവിടെ ഇഷ്ടമാതിരി മീനുണ്ട്. പക്ഷേ അത് വീഡിയോയ്ക്ക് അത് കിട്ടത്തില്ല. പിന്നെ ആൾക്കാർ അതിനെ ഏതാണ്ട് മീൻ പിടിക്കുവാണ്. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് സംസാരിക്കും. ഇവിടെ കുറേ വീടുകളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെ കേട്ടോ, ഒത്തിരി വീടുകൾ. ആൻഡ് മീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെയുണ്ട് മീനിൻ്റെ ഒക്കെ. ഇവിടെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നാൻ വേണ്ടി കയറി. അമ്മൂമ്മയും മാത്രം കരിക്കാണ് കുടിച്ചത്. അപ്പോൾ അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞു ഇച്ചിരി ഒന്ന് തരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ കുടിച്ചിട്ട് മുറിച്ചൊക്കെ തരുക. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഞാനും ഇച്ചിരി കഴിച്ച് നോക്കി, എല്ലാവരും തിന്നു. ആൻഡ് മീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഇതും കാണാൻ പറ്റത്തില്ല, പക്ഷേ ഒരിടത്ത് കിട്ടിയപ്പോൾ ഒരു വെളിച്ചം വന്ന സമയത്ത് എനിക്ക് കിട്ടി കയ്യിൽ എൻ്റെ ഒരു വീഡിയോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഉള്ളത് ഷെല്ലും കക്കകളും ഒക്കെയാണ്. കക്കയാണ് അവിടെ ആ വെള്ള കളറിൽ കാണുന്നത് മൊത്തം. ആൻഡ് ഇതാണ് ഞാൻ മുമ്പനെ പറഞ്ഞ ആ ഷെല്ലെന്ന് പറയുന്ന ആ ബ്ലാക്ക് കളറിലെ. ആൻഡ് ഗ്രീൻ മറ്റേ കൊക്കൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംമാതിരി, ഇങ്ങനെ പറന്നു പോകുന്നതാണ് ഇടയ്ക്കൂടെ നമ്മുടെ അടുത്തൂടെ. ഇതാണ് ആ ഷെല്ല് കേട്ടോ. ആ ഷെല്ല് ഇതിനകത്തൊരു ജീവിയുണ്ട്, ആ ജീവി വെളിയിൽ വരും. അതിനകത്ത് ഈ വീഡിയോയ്ക്ക് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിങ്ങനെ അനങ്ങുന്നത്. ചേട്ടൻ പറഞ്ഞു ഇത് തൊടാതെ കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് ഇങ്ങനെ ഇളകി വരുമെന്ന് പറഞ്ഞു. ഇത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളതിനെ എടുത്ത് കളഞ്ഞു. എല്ലാവരും കൂടെ തലയിൽ തോർത്തൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് കനാലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ താണ്ടി ഈ ആർച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതാണ് ലേക്കാണ്. അത് അഷ്ടമുടി കായലിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. ആൻഡ് ഇഷ്ടമാതിരി അതുകൊണ്ട് അവിടെ എനിക്ക് തോന്നുന്നു കൃഷ്ണപ്പരുന്നാണെന്ന് തോന്നുന്നു, അതിങ്ങനെ മണ്ടയ്ക്കൂടെ പറക്കുന്നതൊക്കെ കാണും. ഒത്തിരി ആൾക്കാരുണ്ട്, വഞ്ചിയിൽ ഒത്തിരി ആൾക്കാർ പോകുന്ന കാണാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ഉച്ച സമയം, ഉച്ചയിൽ നല്ല വെയിലടിക്കുന്ന സമയമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞായിരുന്നു കുറച്ച് അടുത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് കൈയും കാലും എല്ലാം വെളിയിലിട്ടിട്ട് ഇരിക്കാൻ പറ്റും, അതായത് കാൽ നമുക്ക് വെള്ളത്തിലിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അതായത് ഈ ഒരു ആ ഒരു ഇറങ്ങുന്ന സ്ഥലം വരത്തില്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാലവിടെ വെളിയിലിടാം, കാരണം അധികം ആഴമില്ല.
പിന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും ഫോട്ടോഷൂട്ടിലായിരുന്നു, എല്ലാവരും വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിരുന്നു. കൊച്ചു പിള്ളേരാണെങ്കിൽ മൊത്തവും വെള്ളവും മണ്ണും എല്ലാം കൂടി എടുത്ത് മണ്ടയ്ക്കിതാണ്. പിന്നെ ഫാമിലി ആയിട്ടെല്ലാം ഫോട്ടോഷൂട്ട് ഞാൻ പിന്നെ അമ്മൂമ്മയായിട്ടും അമ്മയായിട്ടും എല്ലാവരുമായിട്ടും എടുത്ത്, കുഞ്ഞമ്മയായിട്ടും എല്ലാവരുമായിട്ടും എടുത്തു, വല്യമ്മയായിട്ടും എല്ലാം എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കാര്യം പറഞ്ഞു തന്നു. അതിനിടയ്ക്ക് കൊച്ചിച്ചൻ്റെ ഫോൺ വെള്ളത്തിൽ പോയി. അങ്ങനെ ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് നടന്നപ്പം കാലൊന്ന് പുതയുന്നിടം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഒന്ന് ചരിഞ്ഞതാണ്. അപ്പം ഫോൺ താഴെ വെള്ളത്തിൽ പോയി. അങ്ങനെ പിന്നെ എടുത്ത് നോക്കിയപ്പം ഇപ്പോഴും അത് റിക്കവർ ആയിട്ടില്ല. ഇതാണ് കല്ലുമ്മക്കായ കേട്ടോ, ആ വെള്ള കളറുള്ള. പിന്നെ നമ്മൾ തിരിച്ച് അതായത് വന്ന സ്ഥലത്തോട്ട് പോവാ. ഇവിടെ കയാക്കിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ, കയാക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു, കയാക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു, ഹൗസ് ബോട്ടാണ് ഇത് എടുക്കാൻ പറ്റാതെ അവിടെ കിടക്കുമായിരുന്നു. ഇത് പിന്നെ നമ്മൾ കുറച്ച് നോക്കിയപ്പം അത് പന്നത്താനാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ലാത്തടത്ത് അവർ അറിയാതെ കൊണ്ടുവന്നതാണ്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെത്താനെടുത്തു. പിന്നെ അവർ ടാറ്റയൊക്കെ തന്നു, പിന്നെ പോകുമായിരുന്നു. പിന്നെ ഇവിടെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ ഹൗസ് ബോട്ടുണ്ട്, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് ഉണ്ട്. ലൈക്ക് സാമ്രാണിക്കുടിയെ പോലെ തന്നെ, പക്ഷേ സാമ്രാണിക്കുടിയേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്കിവിടെയാണ് ഫീൽ ചെയ്തത്. കാരണം ഇവിടെ നമുക്ക് വെള്ളത്തിൽ ബോട്ടിൽ, അതായത് വഞ്ചിയിൽ പോകാം, പിന്നെ അവിടെ ഇറങ്ങുകയും ചെയ്യാം. പക്ഷേ സാമ്രാണിക്കുടിയിൽ നമ്മൾ ഇറങ്ങാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ. പിന്നെ ഇതാണ് ലാസ്റ്റ് ആ കാണുന്നത് ഷെല്ലാണ്. ആൻഡ് ഇവിടെ വരാനുള്ള ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 4 o'clock ആണ്. ചേട്ടൻ തന്നെ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ എന്നത് ഉച്ചയാണ്. ഇത്രയുള്ള വീഡിയോ. സോ ബൈ. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.